മലയാളത്തിന്റെ പ്രിയ താരം ഷെയ്ൻ നിഗം നായകനായെത്തുന്ന ആദ്യ തമിഴ് ചിത്രം മദ്രാസ്കാരൻ ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ്. മമ്മൂട്ടിക്ക് ഷർട്ട് സമ്മാനിച്ചിരിക്കുകയാണ് കുഞ്ചന്റെ മകളും പ്രശസ്ത ഫാഷൻ ഡിസൈനറുമായ സ്വാതി കുഞ്ചൻ. വിമർശനങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നടി അമല പോൾ. അഭിനയത്തിൽ മാത്രമല്ല സംവിധായകർ എന്ന നിലയിലും മികവ് പുലർത്തിയ സൂപ്പർ താരങ്ങളുണ്ട് സിനിമാ മേഖലയിൽ. മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാൽ സംവിധാനത്തിലേക്ക് ചുവട് വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. താരം ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് സെപ്റ്റംബർ 12 തിയേറ്ററിലേക്ക് എത്തുകയാണ്. കമൽഹാസൻ, ധനുഷ്, പൃഥ്വിരാജ് തുടങ്ങിയവരുടെ കൂട്ടത്തിലേക്കാണ് മോഹൻലാലും എത്തുന്നത്. സംവിധായക തൊപ്പിയണിഞ്ഞ തെന്നിന്ത്യയിലെ സൂപ്പർ താരങ്ങൾ ഇവരൊക്കെയാണ്. ആദ്യത്തേത് കമൽഹാസനാണ്. 1997 ചാച്ചി 420 സംവിധാനം ചെയ്തുകൊണ്ടാണ് സൂപ്പർ താരം അരങ്ങേറ്റം കുറിച്ചത്. താരത്തിന്റെ തന്നെ അവൈ ഷൺമുഖി എന്ന സിനിമയുടെ ഹിന്ദി റീമേക്ക് ആയിരുന്നു ചിത്രം. തുടർന്ന് 2000 ഷാറൂഖ് ഖാനെ പ്രധാന കഥാപാത്രമാക്കി ഹേറാം ഒരുക്കി. വിരുമാണ്ടി, വിശ്വരൂപം, വിശ്വരൂപം 2 എന്നിവയാണ് സംവിധാനം ചെയ്ത മറ്റ് സിനിമകൾ. അടുത്ത നടൻ പൃഥ്വിരാജാണ്. മലയാളത്തിന്റെ മുൻനിര സംവിധായകരുടെ നിരയിലാണ് പൃഥ്വിരാജിന്റെ സ്ഥാനം. മോഹൻലാലിനെ നായകനാക്കി താരം സംവിധാനം ചെയ്ത ലൂസിഫർ വൻ വിജയമായിരുന്നു. പിന്നാലെ ഇറങ്ങിയ ബ്രോഡാഡി എന്ന ചിത്രവും ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോൾ ലൂസിഫറിന്റെ 2ാം ഭാഗമായ എൻപുരാന്റെ തിരക്കിലാണ് താരം. അടുത്തത് സൂപ്പർ താരം ധനുഷാണ്. 2017 റിലീസ് ചെയ്ത പാണ്ടി എന്ന സിനിമയാണ് ധനുഷ് ആദ്യമായി സംവിധാനം ചെയ്തത്. ചിത്രം മികച്ച അഭിപ്രായം നേടിയിരുന്നു. രണ്ടാമതായി സംവിധാനം ചെയ്ത രായൻ റിലീസിന് തയ്യാറെടുക്കുകയാണ്. സംവിധാനത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് താരം ഇപ്പോൾ. നിലവുക്ക് എന്മേൽ എപ്പിടി കോപമാണ് 3ാമത്തെ സംവിധാന സംരംഭം. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നടൻ പ്രകാശ് രാജാണ്. തെന്നിന്ത്യയിലെ മികച്ച അഭിനേതാക്കളിൽ ഒരാളാണ് പ്രകാശ് രാജ്. 2010 ആദ്യമായി സംവിധാന കുപ്പായം അണിയുന്നത്. നാനു നാന്ന കനസു ആയിരുന്നു ആദ്യ ചിത്രം. കന്നഡ ചിത്രം വൻ വിജയമായി മാറിയിരുന്നു. പിന്നീട് ധോനി, ഒഗരനെ, ഉലവച്ചാർ ബിരിയാണി, ഉൻ സമയൽ അറയിൽ എന്നീ സിനിമകൾ സംവിധാനം ചെയ്തു. അടുത്തത് സിംബു ആണ്. ബാലതാരമായി സിനിമയിലേക്ക് ചുവട് വെച്ച താരമാണ് സിംബു. താരത്തിൻ്റെതായി നിരവധി സൂപ്പർ ഹിറ്റുകളാണ് പിറന്നത്. പിന്നാലെയാണ് അച്ഛൻ ടി രാജേന്ദ്രനെ പോലെ സംവിധാനത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്. 2006 ഇറങ്ങിയ വല്ലവനിലൂടെയാണ് സംവിധാനത്തിലേക്ക് ചുവട് വെച്ചത്. അടുത്തത് പ്രഭുദേവയാണ്. നടൻ, ഡാൻസ് കൊറിയോഗ്രാഫർ എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ് പ്രഭുദേവ. 2007 ആദ്യത്തെ ചിത്രം സംവിധാനം ചെയ്തത്. തുടർന്ന് തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളാണ് ഒരുക്കിയത്. അവസാനത്തേത് പ്രതാപ് പോത്തനാണ്. മലയാളത്തിലും തമിഴിലും ഒരു കാലത്ത് നിറഞ്ഞു നിന്ന താരമാണ് പ്രതാപ് പോത്തൻ. 1985 സംവിധാനം ചെയ്ത മാണ്ടും ഒരു കാതൽ കഥ എന്ന ചിത്രമാണ് ആദ്യമായി സംവിധാനം ചെയ്തത്. ചിത്രം മികച്ച വിജയമായതോടെ വെട്രി വിഴ, ചൈതന്യ, ഡേസി എന്നിവയാണ് സംവിധാനം ചെയ്ത മറ്റ് ചിത്രങ്ങൾ. സിനിമ പ്രമോഷന്റെ ഭാഗമായി നടി അമല പോൾ കോളേജിലെ ഒരു പരിപാടിക്ക് എത്തിയപ്പോൾ ധരിച്ച വസ്ത്രം വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. താരത്തിനെതിരെ വിമർശനങ്ങളുമായി കാസ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വിമർശനങ്ങൾക്ക് മറുപടിയുമായി നടി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. തനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രമാണ് താൻ ധരിച്ചതെന്നാണ് താരം പറഞ്ഞത്. ലെവൽ ക്രോസ് എന്ന സിനിമയുടെ റിലീസിന്റെ ഭാഗമായി കൊച്ചിയിൽ വെച്ച് നടന്ന പ്രസ് മീറ്റിലാണ് താരത്തിന്റെ ഈ പ്രതികരണം. ഞാൻ ധരിച്ച വസ്ത്രത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ അത് അനുചിതമാണെന്നോ ഞാൻ കരുതുന്നില്ല. ചിലപ്പോൾ അത് ക്യാമറയിൽ കാണിച്ച വിധം അനുചിതമായിരിക്കാം. കാരണം അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് ഞാൻ ധരിച്ചത് മോശമായ വസ്ത്രമാണെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ അതെങ്ങനെയാണ് പുറത്ത് പ്രദർശിപ്പിക്കപ്പെട്ടത് എന്നത് എൻ്റെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. ഞാൻ ധരിച്ചു വന്ന വസ്ത്രം എങ്ങനെ ഷൂട്ട് ചെയ്യുമെന്നോ എങ്ങനെ കാട്ടണമെന്നതോ എൻ്റെ കൈകളിലുള്ള കാര്യമല്ല. ചിലപ്പോൾ എടുത്ത രീതിയായിരിക്കാം അനുചിതമായത്. അതുതന്നെയാണ് എനിക്ക് വിദ്യാർത്ഥികളോടും പറയാനുള്ളത്. നിങ്ങൾ നിങ്ങളായിരിക്കാൻ ശ്രദ്ധിക്കുക. എനിക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ ധരിച്ചത് എന്ന് അമല പോൾ പറഞ്ഞു. അതേസമയം ആസിഫ് അലി, അമല പോൾ, ഷറഫുദ്ദീൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രമാണ് ലെവൽ ക്രോസ്. ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായാണ് താരം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ എത്തിയത്. വീണയ്ക്കിലുള്ള ഷോർട്ട് ഡ്രസ് ധരിച്ചാണ് താരം എത്തിയത്. പരിപാടിക്കിടയിൽ വിദ്യാർത്ഥികൾക്കൊപ്പം താരം ഡാൻസ് ചെയ്യുന്ന വീഡിയോയും വൈറലായിരുന്നു. പിന്നാലെയാണ് വിമർശനവുമായി കാസ രംഗത്ത് വന്നത്. മമ്മൂട്ടിക്ക് ഷർട്ട് സമ്മാനിച്ചിരിക്കുകയാണ് കുഞ്ചന്റെ മകളും പ്രശസ്ത ഫാഷൻ ഡിസൈനറുമായ സ്വാതി കുഞ്ചൻ. വൈറ്റ് മുസ്റ്റാഷ് എന്ന സ്വന്തം ബ്രാൻഡിന്റെ ഷർട്ടാണ് സ്വാതി മമ്മൂട്ടിക്ക് സമ്മാനിച്ചത്. നടൻ കുഞ്ചന്റെ കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന താരമാണ് മമ്മൂട്ടി. വൈറ്റ് മുസ്റ്റാഷിന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ സ്വാതി ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുമുണ്ട്. മമ്മൂട്ടിയുടെ വീട്ടിലെത്തിയായിരുന്നു പ്രത്യേകം ഡിസൈൻ ചെയ്ത ചുവന്ന ഷർട്ട് സ്വാതി സമ്മാനമായി നൽകിയത്. താരപുത്രി എന്ന ലേബലിന് പുറത്ത് ഫാഷൻ ഡിസൈനിങ് മേഖലയിൽ തന്റേതായ ഇടം നേടിയെടുത്ത ആളാണ് സ്വാതി.
നിത അംബാനിയുടെ ഹെർ സർക്കിൾ, ഫെമിന എന്നിവയിൽ പ്രവർത്തിച്ചിട്ടുമുണ്ട്. ഫെമിനയിലെ ഹെഡ് സ്റ്റൈലിസ്റ്റ് അക്ഷത സിംഗിന് കീഴിലായിരുന്നു സ്വാതി ആദ്യം ജോലി നോക്കിയത്. പിന്നീട് ഹെഡ് സ്റ്റൈലിസ്റ്റായി മാറിയ സ്വാതി ഇന്ന് ഏറെ തിരക്കുള്ള, ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ഫാഷൻ സ്റ്റൈലിസ്റ്റ് ആണ്. മലയാളത്തിന്റെ പ്രിയ താരം ഷെയ്ൻ നിഗം നായകനായെത്തുന്ന ആദ്യ തമിഴ് ചിത്രം മദ്രാസ്കാരന്റെ ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ്. ആക്ഷൻ ത്രില്ലറായി എത്തുന്ന ചിത്രത്തിൽ കലയരസനും നിഹാരികയും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. വാലി മോഹൻദാസ് ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഷെയ്ൻ നിഗത്തിന്റെയും കലയരസിന്റെയും കഥാപാത്രങ്ങൾ തമ്മിലുള്ള പ്രതികാരവും പോരാട്ടവുമാണ് ചിത്രം പറയുന്നതെന്നാണ് ടീസർ നൽകുന്ന സൂചന. എന്തായാലും പ്രേക്ഷകരുടെ മനം കവരുകയാണ് ടീസർ ഇപ്പോൾ. SR പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ബി ജഗദീഷ് നിർമ്മിക്കുന്ന ചിത്രം ത്രില്ലറായാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുക. സാം CS ചിത്രത്തിന് സംഗീതം നിർവഹിക്കുമ്പോൾ പ്രസന്ന S കുമാർ ഛായാഗ്രഹണം നിർവഹിക്കുന്നു.